ഇസ്രായേലിനെയും അതോടൊപ്പം തന്നെ അമേരിക്കയും നിരന്തരം വിമർശിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള MA ബേബിയാണ്. അദ്ദേഹം നികുതി തീരുവ ചുമത്തിയതിലും അമേരിക്കയെ വിരട്ടുകയാണ്. വിരട്ടൽ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു നിർദ്ദേശം സ്വാഗതാർഹമാണ്. US-എതിരെ ആഗോള കൂട്ടായ്മ രൂപപ്പെടുത്തണം. ഒന്നേ ബേബിയോട് പറയാനുള്ളൂ, ഒരു മാത്ര വൈകിപ്പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. പുള്ളി ഇപ്പോഴാണ് ആലോചിക്കുന്നത്. ബേബി മരത്തെ കാണുമ്പോൾ, മാനത്ത് കാണുമ്പോൾ മോദി മരത്തെ കാണുമത് തൊട്ടടുത്ത് കണ്ടു. അങ്ങനെയാണ് ഇന്ത്യക്ക് ചേരണമെന്ന് നിർബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷനിൽ അവിടെ അദ്ദേഹം അംഗമായത്. കമ്മ്യൂണിസ്റ്റ് ചൈന നേതൃത്വം അറിയാമല്ലോ. MA സഖാവിന് അറിയാത്തതല്ല, ചൈനയിലാണ് ഈ ഷാങ്ഹായ് എന്നുള്ളത്, അറിയാത്തതല്ല. അപ്പോൾ ഒരു വിജ്ഞാന കോശം തന്നെയാണത്. ആ കോർപ്പറേഷനിൽ വളരെ മുമ്പേ ചേർന്നത് ഇതൊക്കെ മുന്നിൽ കണ്ട. അമേരിക്ക വ്യതിചലനം ഉണ്ടാവും, അമേരിക്കയുടെ കൂറങ്ങോട്ടാണെന്ന് വളരെ മുമ്പേ തന്നെ ക്രാന്തദർശിയായ നമ്മുടെ പ്രധാനമന്ത്രി കണ്ടിരുന്നു. ബേബി ഇപ്പോൾ പറയുന്ന കാര്യങ്ങൾ നേരത്തെ സാധിച്ചിരുന്നു. ആ ബലത്തിലും ആ മിടുക്കിലുമാണ് ഇത്രയും 50% ചുങ്കമേർപ്പെടുത്തിയിട്ട് ഒരു കുലുക്കവും ഇല്ലാതെ കൂളായിട്ട് ഇന്ത്യക്ക് ഇരിക്കാൻ കഴിയുന്നത്. അതുപോലെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യം, വേറൊരു കൂട്ടായ്മയാണ് ബ്രിക്സ് എന്ന് പറയുന്നത്. അതിൽ ബ്രസീലുണ്ട്, റഷ്യയുണ്ട്, ഇന്ത്യയുണ്ട്, ചൈനയുണ്ട്, അതുകൂടാതെ ഇറാനുണ്ട്, പല രാജ്യങ്ങൾ വേറെയും ഉണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്, പല രാജ്യങ്ങളും ഉണ്ട്. പേര് അതിനകത്ത് ഉൾപ്പെടുത്താത്ത അർജന്റീന ചാഞ്ചാടി നിൽക്കുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയാണത്. റഷ്യയുണ്ട്, അതിൽ ചൈനയുണ്ട്, ഇന്ത്യയുണ്ട്. ആ കൂട്ടായ്മ രൂപപ്പെട്ട് കഴിഞ്ഞു, ആച്ചുകൊണ്ട് രൂപപ്പെട്ട് കഴിഞ്ഞു. അതാണ് ട്രംപിനെ അസ്വസ്ഥനാക്കുന്നത്. ഈ 50% തീരുവയിൽ 25% തീരുവ അതിൻ്റെ സംഭാവനയാണ്. കാരണം അതിലെ അംഗമായ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നു. അമേരിക്കയും കച്ചവടം നടത്തുന്നുണ്ട്. പക്ഷേ അമേരിക്കയ്ക്ക് കച്ചവടമാവാൻ ഇന്ത്യ പാടില്ല. ചില ഭർത്താക്കന്മാർ പിടിവാശിയുണ്ടല്ലോ, അവർ പല സ്ത്രീകളുമായിട്ട് പരസ്ത്രീ സംഗമം നടത്തുന്നു, ജാരബന്ധം നടത്തുന്നു. പക്ഷെ ഭാര്യ എന്ന് പറയുന്നത് സീതയെപ്പോലെ ഏക പുരുഷ വ്രതം എടുത്ത് ഇരുന്നോണം എന്നാ. അവർക്ക് ആരുമായിട്ട് സംസാരിക്കാനോ പുറത്തിറങ്ങാനോ പാടില്ല, മുഖവും മൂടിക്കൊണ്ട് വീട്ടിനകത്ത് ഇരുന്നോണം. അവർക്ക് പരസ്ത്രീ സംഗമം ഒരു കുഴപ്പമില്ല എന്ന് ചടിക്കുന്നത് പോലെയാണ് ട്രംപ്. ട്രംപിന് എന്തുമാകാം, പക്ഷേ ഇന്ത്യ ആരുമായിട്ടൊന്നും മിണ്ടരുത്, നോക്കരുത്, ചിരിക്കരുത്, വലിയ സ്ട്രിക്റ്റാണ്. അതിനെ ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാര്യയല്ല ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യം. അതാണ് ഡൊണാൾഡ് ട്രംപ് മനസ്സിലാക്കേണ്ടത്, അതാണ് ബേബി സഖാവ് മനസ്സിലാക്കേണ്ടത്. ബേബി സഖാവ് പറഞ്ഞാലും ഇല്ലെങ്കിലും അതിന് വഴങ്ങാൻ ഇന്ത്യ പോകുന്നില്ല ബേബി സാറേ. അതിന് കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അധികാരത്തിൽ ഇരിക്കണമെന്നുമില്ല. മോദി സർക്കാരിന് കഴിയും. ഇന്ത്യയുടെ താല്പര്യം നോക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന രാഷ്ട്രങ്ങളായാലും അവരുമായിട്ടും ബന്ധം പണ്ടേ സ്ഥാപിച്ചിരുന്നു. നമ്മുടെ ഡിഫൻസ് കമാൻഡ് എന്ന് പറയുന്നത് മുഴുവൻ റഷ്യയുടേതായിരുന്നു. ബേബി സഖാവിന് അറിയാമോ? അറിയില്ലെങ്കിൽ പറഞ്ഞു തരാം. ബേബി സഖാവെ, നിങ്ങൾ പണ്ടൊരിക്കലെ സോഷ്യലിസ്റ്റ് പിതൃഭൂമി എന്ന അഭിമാനം കൊണ്ടിരിക്കുന്ന ആ റഷ്യയിൽ നിന്നാണ് ഇന്ത്യ വാങ്ങിയിട്ടുള്ളത്. അമേരിക്കയുടെ ഓഫർ വേണ്ടാന്ന് വെച്ചിട്ട് F-35B അവർ നിർബന്ധിച്ചിട്ട്, അവർ പ്രലോഭിപ്പിച്ചിട്ട്, അവരുടെ പോയി വലിയ ഊണ്, നിങ്ങളുടെ എപ്പോഴും അനുകൂലിക്കുന്ന പാകിസ്ഥാനുണ്ടല്ലോ, ആസിഫ് മുനീറിന് വലിയ സദ്യ കൊടുത്തു. ട്രംപിനെ വിളിച്ചിട്ട് പോയി പണി നോക്കാൻ പറഞ്ഞു. അങ്ങനെ അവിടുന്ന് ക്രൊയേഷ്യയിലേക്കാണ് നേരെ പോയത്. സഖാവ് അത് കൊണ്ട് രോമാഞ്ചം കൊണ്ടില്ലെങ്കിലും വേണ്ട, മോദിയെ തെറിവിളിക്കരുത്, അത് മനസ്സിലാക്കണം. അതുപോലെ ഇപ്പോൾ ചൈന നിങ്ങളുടെ മധുര മനോഹര മഞ്ജുള ചൈനയൊന്നുമല്ല, തൊഴിൽ ചൂഷണം നടത്തുന്ന ഒരു രാഷ്ട്രമാണ്. പക്ഷേ അതുകൊണ്ടാണ് അത് പുരോഗമിക്കുന്നത്. സഖാവ് ഒരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് അമേരിക്കയിൽ നിന്ന് ഈ പീഡനം മോദി ഏറ്റുവാങ്ങുന്നത്? ചുങ്കത്തിൻ്റെ. ഇന്ത്യയിലെ കാർഷിക വിപണി അമേരിക്കയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞു. വൻ സബ്സിഡിയോടുകൂടി അവിടെ കൃഷി നടത്തുന്ന അമേരിക്കൻ മുതലാളിമാർ ഇന്ത്യയിലേക്ക് വരും. സംഭവിക്കുന്ന ഇവിടുത്തെ കർഷകരുടെ നട്ടലൊടിയും. ഇപ്പോൾ തന്നെ ആത്മഹത്യ മുനമ്പിൽ നിൽക്കുന്ന കർഷകരുടെ സ്ഥിതി കൂടുതൽ ദയനീയമാകും. അതുകൊണ്ടാണ് മോദി കർഷക വിരുദ്ധമായിട്ടുള്ള ഒന്നിന് വശംവദനാവാതിരുന്നത്. സഖാവ് മനസ്സിലാക്കണം അത്. നിങ്ങളാണല്ലോ കർഷക സമരത്തെ ഭീകര സമരമാക്കി മാറ്റിക്കൊണ്ട് ചെങ്കോട്ടയിൽ സിഖ് ഭീകരന്മാരുടെ പതാക കൊണ്ട് കൊളുത്തി കൊടുത്തിട്ട് കൈയടിച്ചുകൊണ്ട് കാഴ്ചക്കാരായിട്ട് നിന്നത്. ആ കർഷക സ്നേഹം നിങ്ങളുടെ വായാടി വിപ്ലവത്തിൽ ഒതുങ്ങി. മോദിയുടെ അതല്ല, ആക്ഷനിലാണ്. അമേരിക്കയെ തള്ളി പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ കർഷകരെ രക്ഷിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ശ്രമം. ഇത്രയും ചുങ്കം വന്നാലും വളർച്ചാ നിരക്കിൽ ഏതാണ്ട് 0.25% നിരക്ക് കുറയും. എന്നിട്ടും അത് വേണ്ട, ഇന്ത്യയിലെ കർഷകനാണ് തനിക്ക് പ്രധാനം, അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപിനേക്കാൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ആരാണ് മോദിയുടെ ഫ്രണ്ട്?
ഇന്ത്യയിലെ കർഷകനാണോ ട്രംപാണോ? നിങ്ങൾ ഇവിടുന്ന് ആലോചിച്ച് നോക്കൂ. ഈ മോദി വിരോധവും ഹിന്ദു വിരുദ്ധതയും ഒക്കെ ഒന്ന് മാറ്റിവെച്ച് ആ മുൻവിധികളൊക്കെ ഒന്ന് മാറ്റിവെച്ച് അത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഈ എം.എ. ബേബിയുടെ പാർട്ടിയിലുള്ള ഏത് നേതാവിനും ഒരു ചെറിയ പനി പിടിച്ചാലും അമേരിക്കയിലെത്തും. ആ പനി പിടിച്ചാലും നിങ്ങൾ ചികിത്സ തേടി പോകുന്ന അമേരിക്കയോടാണ് ഈ ബന്ധം വേണ്ടാന്ന് വെച്ചത്, ഈ ബന്ധം അങ്ങോട്ട് പോകണ്ടെന്ന് വെച്ചത്. നിങ്ങളുടെ ഒരു വയറുവേദന വരുമ്പോൾ നിങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു വയറുവേദന വന്നാൽ ഉടനെ അമേരിക്കയിൽ ചികിത്സ തേടി പോവില്ലേ? അവിടെ അവര് വരൂ ഞങ്ങൾ സദ്യ ഒരുക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും വേണ്ട, നിങ്ങളുടെ സദ്യ വേണ്ട എന്ന് പറഞ്ഞിട്ട് ക്രൊയേഷ്യയിലേക്ക് പോയ ആളാണ് BJP-കാരനായ തനി തീവ്ര വലതുപക്ഷക്കാരനെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന നരേന്ദ്രമോദി. ആരാണ് കൂടുതൽ ഇടതു പാത സ്വീകരിച്ച് നടക്കുന്നതെന്ന് നിങ്ങളൊന്ന് നല്ല ത്രിഫലാദി എണ്ണ തേച്ച് കൊണ്ടൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങളുടെ ഈ വിപ്ലവ വായാടിത്ത ഒരു പ്രയോജനവുമില്ലാത്ത നിഷ്പ്രയോജനമായ വായാടി വിപ്ലവവും കൊണ്ട് ഇനിയെങ്കിലും നടക്കുക. കാലഹരണപ്പെട്ട വായാടി വിപ്ലവവും കൊണ്ട് നടക്കാതെ നോക്കൂ സഖാവേ. ഈ ഓഗസ്റ്റ് 31 അതുപോലെ തന്നെ സെപ്റ്റംബർ 1 തീയതികളിൽ മോദി ചൈനയിലേക്ക് പോവുക. നമ്മൾ ഡീൽ ഉണ്ടാക്കും അവരുമായിട്ട്. ഇപ്പം തന്നെ കുറച്ച് ക്രമേണ ബന്ധം മെച്ചപ്പെട്ടിട്ടുണ്ട്. നിങ്ങളീ പറയുന്നതിന് എത്രയോ മുമ്പ് തന്നെ ക്രാന്തദർശിയായ മോദി അതിനുവേണ്ടിയുള്ള നിലം ഒരുക്കിയിരുന്നു. നിങ്ങളുടെ മുഖപത്രമായിട്ടുള്ള ദേശാഭിമാനി എഴുതി ഗത്യന്തരമില്ലാതെ. എന്ത് വിഡിത്തമാണ് സഖാവ്യ നിങ്ങളുടെ പത്രം എഴുതി വിടുന്നത്? ഗത്യന്തരമില്ലെങ്കിൽ അങ്ങനെയാണോ പോകുന്നത്? നേരത്തെ തന്നെ ഈ സംഘടനകളൊക്കെ രൂപീകരിച്ച് അതിൽ അംഗമായത് നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണോ? സ്വന്തം തീരുമാനമാണ് ഇന്ത്യയുടെ. അതിപ്പോൾ നടപ്പാക്കും ഫലപ്രദമായി. നോക്കൂ, 59 രാജ്യങ്ങളുണ്ട് ഈ ചുങ്കം ഭീകരത നേടുന്നത്. ഇതൊരു യുദ്ധമാണ്, ചുങ്ക യുദ്ധമാണ് അമേരിക്ക നടത്തുന്നത്. അതുകൊണ്ട് മുട്ടുമടക്കാൻ ചില രാജ്യങ്ങൾ കാണും. പക്ഷെ അങ്ങനെ മുട്ടുമടക്കുകയില്ല. ഇന്ത്യയും അതിൻ്റെ കൂട്ടാളികളും ഒരുമിച്ച് നിൽക്കും. ഇതിനുള്ള കരുക്കളൊക്കെ നേരത്തെ തന്നെ ആഫ്രിക്കയിൽ പോയിട്ട് മോദി ഒരുക്കിയിട്ടുണ്ട്. ആഫ്രിക്കയിലെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം സ്ഥാപിച്ചത് അതിനു വേണ്ടിയിട്ടാണ്. സൗജന്യമായിട്ട് കോവിഡ് വാക്സിൻ കൊടുത്തത് അതിനു വേണ്ടിയിട്ടാണ്. ഇന്ത്യയോടൊപ്പം നിൽക്കും അവരെല്ലാം. തന്നെയല്ല, മോദി പറഞ്ഞത് കേട്ടോ, വാരണാസിയിൽ 140 കോടി ജനങ്ങളുള്ള ഒരു മാർക്കറ്റാണ് ഇന്ത്യ. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിൽ തന്നെ വിൽക്കും. ഒരു അമേരിക്കയും നമുക്ക് ആവശ്യമില്ല. AB വാജ്പേയിയുടെ കാലത്ത് സാങ്ഷൻ, ഇതല്ല ചുങ്കമല്ല, സാങ്ഷനാണ് ഏർപ്പെടുത്തിയത് അമേരിക്ക, അറിയാവോ? എന്നിട്ട് നമ്മൾ മുട്ടുമടക്കിയോ? നിങ്ങൾ ഈ വാജ്പേയിയും മോദിയും ഒക്കെ കുറ്റപ്പെടുത്തുക. അവർ കാണിച്ച ഈ ചങ്കൂറ്റം, അമേരിക്കക്കെതിരെ ചങ്കൂറ്റം ഇപ്പം മാത്രമല്ല കാണിച്ചിട്ടുള്ള, മുമ്പും കാണിച്ചിട്ടുണ്ട്. രാജ്യ താല്പര്യം വെടിഞ്ഞ് റഷ്യക്കൊപ്പം നിൽക്കില്ല. നിങ്ങൾ രാജ്യ താല്പര്യം വെടിഞ്ഞിട്ട് ചൈനയ്ക്കൊപ്പം നിൽക്കുന്നത് പോലെ, നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത് പോലെ അങ്ങനെ നിൽക്കുന്ന ആളല്ല മോദി. രാജ്യ താല്പര്യം വരുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരുമായിട്ടും അവർ സൗഹൃദമുണ്ടാക്കും, ഇന്ത്യക്ക് നേട്ടമുണ്ടാക്കും. ആ നേട്ടമാണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അമേരിക്ക ഒറ്റപ്പെടാൻ പോവുകയാണ്. ഡോളറിൻ്റെ വില ഇടിയാൻ പോവുകയാണ്. അമേരിക്കയുടെ ഈ 1ാം സ്ഥാനം തന്നെ ഇല്ലാതാക്കുകയാണ്. ഇന്ത്യ ചൈന സൗഹൃദം ഉണ്ടായാൽ തന്നെ അതൊരു വലിയ വെല്ലുവിളി. ഇതുവരെ ഒരു വെല്ലുവിളിയുമില്ല എന്ന് അമേരിക്കയ്ക്ക് ശക്തമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് മുന്നിൽ നിൽക്കുന്ന ഇന്ത്യയാണ്. നിങ്ങളത് ഓർക്കൂ. ഇനിയെങ്കിലും നിങ്ങളുടെ ഈ മോദി വിരോധം ഒന്ന് മാറ്റിവെക്കൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.